വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. വള്ളുവനാട് ഹിന്ദു മഹാസമ്മേളനത്തിന് തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രം ഒരുങ്ങി. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 12ാമത് സമ്മേളനമാണ് ഡിസംബർ 26, 27, 22 തീയതികളിൽ തൃത്താല യജ്ഞേശ്വരം ശിവക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈന്ദവ മൂല്യങ്ങളെ ആദരിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും ഐക്യമാണ് പരിഷത്ത് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡിസംബർ 26-ന് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് മേഴത്തൂർ അഗ്നിഹോത്രി വെള്ളിശൂലം പ്രതിഷ്ഠിച്ച ജപപാറയിൽ ദീപസമർപ്പണം നടത്തും. തുടർന്ന് ഡോക്ടർ വിശ്വനാഥ് കരയാട്ട് ആചാര്യനായുള്ള മഹാസുദർശന യജ്ഞം നടക്കും. 2500ഓളം ഭക്തർ യജ്ഞത്തിൽ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ പരംപൂജ്യ മണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ ടി കെ വിനയഗോപാൽ അധ്യക്ഷത വഹിക്കും. സനാതനധർമ്മ പരിഷത്ത് ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കരയാട്ട് വിശിഷ്ടാതിഥിയാകും. മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വൈകിട്ട് ആധ്യാത്മിക സമ്മേളനവും നടക്കും. ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാസുദർശന യജ്ഞത്തോട് കൂടിയിട്ടാണ്. ആ യജ്ഞത്തിന്റെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട്. നമുക്കെല്ലാം അറിയാം, ഇന്ന് ലോകശ്രദ്ധ നേടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മഹാസുദർശന യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ സംയോജകനായിട്ടുള്ളത് ശ്രീ പ്രസാദ് പുളിക്കലാണ്. അദ്ദേഹം കുറച്ചു കഴിഞ്ഞാൽ ആ മഹാസുദർശന യജ്ഞത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാ ദിവസവും നമ്മൾ 2 പ്രഭാഷണങ്ങളാണ് വെച്ചിട്ടുള്ളത്. രാവിലെ ഒരു സെഷൻ ഉണ്ടായിരിക്കും, ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ ഉണ്ടായിരിക്കും. അതിനുള്ള ഇടവേളകളിൽ ചില കലാപരിപാടികളും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതായത് 3 ദിവസം ഹൈന്ദവ സമാജത്തിന്റെ ഒരു ഉത്സവമാക്കി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് 2ാമത്തെ പ്രഭാഷണം, രാവിലത്തെ പ്രഭാഷണം നമ്മുടെ മഹാമണ്ഡലേശ്വർ അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. വൈകുന്നേരത്തെ പ്രഭാഷണം ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. പിന്നെ 2ാമത്തെ ദിവസം നമ്മൾ മാതൃസമ്മേളനം, അമ്മമാർക്ക് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള രീതിയിൽ അമ്മമാരുടെ ധർമ്മം എന്താണ്, മാതൃധർമ്മം എന്നാണ് വിഷയം വെച്ചിട്ടുള്ളത്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രൊഫസർ സരിത അയ്യർ, ഏറ്റുമാനൂർ എയർപോർട്ട് കോളേജിലെ പ്രൊഫസറാണ്. അവരായിരിക്കും പ്രഭാഷണം നടത്തുന്നത്. ഡിസംബർ 27-ന് രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണം, തുടർന്ന് മാതൃസമ്മേളനം എന്നിവയും ഉണ്ടായിരിക്കും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും. 28-ന് രാവിലെ 10:30-ന് യുവജന സമ്മേളനം നടക്കും. OS സതീഷ് മുഖ്യപ്രഭാഷണം നടത്തും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലോക്കർ ഉദ്ഘാടനം ചെയ്യും. സംപൂജ്യ സ്വാമി വേദാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. 2000-ലധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാസുദർശന യജ്ഞം നടത്തുകയാണ്. ആ യജ്ഞ സംയോജകനായിട്ടാണ് നമ്മളിതിൻ്റെ ഭാഗമാവുന്നത്. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ ചുമതലയിലുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ്. എന്തുകൊണ്ട് യജ്ഞം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം സമൂഹത്തിൽ ഉണ്ടാവും, ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ യജ്ഞത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, സാധാരണഗതിയിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് യജ്ഞം ഹോമം ചെയ്യാനുള്ള അവസരം ലഭിക്കാറില്ല സാധാരണ. അപ്പോൾ നമ്മൾ വീട്ടിൽ നടത്തുകയാണെങ്കിൽ പോലും അതിനൊരു പൗരാണികൻ അല്ലെങ്കിൽ ഒരു ആചാര്യൻ ഉണ്ടാവും, പൂജകൻ ഉണ്ടാവും. ആ പൂജകൻ മുഖാന്തരമാണ് ചെയ്യുക. ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ചമതയെങ്കിലും സമർപ്പിച്ചുകൊണ്ട് ആ യജ്ഞത്തിൽ യജ്ഞകുണ്ഡത്തിൽ ഹോമം ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ ടി കെ വിനയഗോപാൽ, മറ്റു ഭാരവാഹികളായ പ്രസാദ് പുളിക്കൽ, AP ശിവൻ കണ്ടപ്പു, M വിജയകൃഷ്ണൻ, ഡോക്ടർ V പ്രേമചന്ദ്രൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.